ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ ഈ ശബരിമലയിൽ അമ്പലക്കൊള്ള എടുത്തിട്ട സ്ഥിതിക്ക് ഞാൻ അതുകൂടി സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. ഏതായാലും ഈ അമ്പലക്കള്ളന്മാരെ അകത്താക്കുക എന്നുള്ളതിൻ്റെ പ്രേരക ശക്തി അത് അയ്യപ്പൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ജയചന്ദ്രൻ സാറേ, എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. അതായത് ഈ അമ്പലക്കള്ളന്മാരെ സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമ്പലക്കള്ളന്മാരെ ഓരോരുത്തരായി പുറത്തിറക്കാനുള്ള തത്രപ്പാടിലാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ മുരാരി ബാബു പുറത്തിറങ്ങി, എസ് ശ്രീകുമാർ പുറത്തിറങ്ങി, സുധീഷ് കുമാർ പുറത്തിറങ്ങി, പ്രമുഖ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി. അവർക്കെല്ലാം പിന്നാലെ അമ്പലക്കള്ളൻ സഖാവ്, അമ്പലക്കൊള്ളയിൽ അഞ്ചാമൻ എൻ വാസുവും കൂടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താമസിക്കാതെ അമ്പലക്കൊള്ളയിൽ അറസ്റ്റിലായ പ്രമുഖനായ നേതാവ് എ പത്മകുമാറും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സത്യത്തിൽ ഈ സർക്കാർ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി, SITക്ക് മേൽ വലിയ ഭീഷണിയുമായി ഒക്കെ മുന്നോട്ട് പോകുന്ന, വലിയ സമ്മർദ്ദം ചെലുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർക്ക് മറ്റ് അറസ്റ്റുകളൊന്നും, CPM നേതാക്കന്മാരുടെ അറസ്റ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ഒരു നിർദ്ദേശം SITക്ക് മേൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് തന്നെ പറയാം, സർക്കാരിന് കമ്മിറ്റ്മെന്റ് അത് അമ്പലക്കൊള്ള നടത്തിയ സഖാക്കന്മാരോടാണ്, മറിച്ച് പൊതുസമൂഹത്തോടല്ല, വിശ്വാസി സമൂഹത്തോടല്ല എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ടെത്തൽ, ഇപ്പോൾ സമയക്കുറവുണ്ടെന്ന് അറിയാം, എന്നാലും സൂചിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയ ടെൻഡർ നടപടിയിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നു. ബില്ലും സാധനങ്ങളും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടായി എന്ന് പറയുന്നു. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല എന്ന് പറയുന്നു. 150 കിടക്കകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല എന്ന് പറയുന്നു. ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി തിരിച്ചടച്ചിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ പ്രഥമദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ അടിവരയിട്ട് പറയാം, അമ്പലക്കൊള്ള നടത്തിയ സഖാക്കന്മാർ ഖജനാവ് കൂടി കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തി. അതിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അത് ഏതെങ്കിലും അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല എന്ന് നിസ്സംശയം പറയാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് വലിയ അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 9.5 വർഷക്കാലമായിട്ട് ഒരു ഇടപെടൽ ഈ അയ്യപ്പ ഭക്തന്മാരുടെ കാര്യത്തിൽ നടത്താതെ മുന്നോട്ട് പോയത്? അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇവർ പറയുന്നത്. 9 വർഷക്കാലമായി ഒരു മാസ്റ്റർ പ്ലാനും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ 8 കോടിയോളം നാശനഷ്ടം ഉണ്ടാക്കി എന്ന് പറയുന്നു, നഷ്ടം വരുത്തി എന്ന് പറയുന്നു. ആ തുക കൃത്യമായി അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടി മണ്ഡലകാലത്ത് 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഭക്തമാതരായി ശബരിമല സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടി ചിലവഴിച്ചു എന്നുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള ആവശ്യത്തിലുള്ള ശൗചാലയങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒപ്പം തന്നെ കുടിവെള്ളത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാർ ദാഹിച്ചു വലയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുമായിരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രകടമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവിൽ വലിയ ധൂർത്തുണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒരുപോലെ പ്രതികൂട്ടിലാവുന്ന സാഹചര്യമുണ്ട്. ഇനി എത്രയൊക്കെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ സ്പോൺസർമാർ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നീ നിമിഷം വരെ സ്പോൺസർമാരുടെ കാര്യത്തിൽ അടക്കം നൽകാൻ കഴിയാതെ പോകുമ്പോൾ, ഇവരുടെ ജയചന്ദ്രൻ സാർ അടക്കം സൂചിപ്പിച്ചു ചെറുതും വലുതുമായ സ്പോൺസർമാരുണ്ട്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഈ ചെറുതും വലുതുമായ തുകകൾ സമാഹരിക്കാൻ കഴിയാതെ പോയത്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ മാസത്തിലാണ് പരിപാടി നടന്നത്. ഇപ്പോൾ മാസം അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ തൊട്ട് ഫെബ്രുവരി മാസം വരെ എത്തുന്നു, ഏകദേശം 5 മാസത്തോളം ആകുന്നു. എന്തുകൊണ്ടാണ് ഈ തുകകളൊന്നും കൃത്യമായി സമാഹരിച്ചുകൊണ്ട് ഇടപെടൽ നടത്താൻ കഴിയാതെ പോയതെന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് ഇവിടെ വളരെ കൃത്യമാണ് സർക്കാർ വലിയ ഒളിച്ചുകളി നടത്തുന്നു. സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, ബഹുമാനപ്പെട്ട നിയമസഭയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ ആവശ്യമില്ല. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമായി സഖാക്കന്മാർ കൂടുതൽ പ്രതികൂട്ടിലാകുന്ന, ഈ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പ്രതികൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രഹസനത്തിന് 8 കോടിയാണ് ദൂർത്തടിച്ചത്. ഹൈക്കോടതിയെപ്പോലും പറഞ്ഞു പറ്റിച്ച സാഹചര്യത്തിൽ സംഗമത്തിൻ്റെ സംഘാടകരിൽ നിന്നും നഷ്ടം ഈടാക്കിയേ മതിയാവൂ. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും 1 നയാ പൈസ എടുത്തു കൊടുക്കരുത്. നഷ്ടമുണ്ടാക്കിയവരും അടിച്ചു മാറ്റിയവന്മാരും സ്വന്തം കയ്യിൽ നിന്ന് തിരിച്ചടക്കണം. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രത്യാശിക്കുന്നു.